ഒരു കാലത്ത് റോമൻ സാമ്രാജ്യത്തിൽ ഏറ്റവും ശക്തമായിരുന്ന, എന്നാൽ ഇന്ന് നമ്മളിൽ പലരും കേട്ടിട്ടുപോലുമില്ലാത്ത ഒരു മതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ എവിടെയോ മറഞ്ഞുപോയ മിത്രമതത്തിന്റെ നിഗൂഢതകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, റോമൻ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിനുവേണ്ടി ക്രിസ്തുമതത്തോട് കട്ടയ്ക്ക് മത്സരിച്ച മറ്റൊരു മതം ഏതായിരുന്നു എന്ന്. ഈയൊരു ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ തുടക്കം. അപ്പോൾ ഈയൊരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ആ നഷ്ടപ്പെട്ട എതിരാളിയെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ഈ പുരാതന ദേവൻ എങ്ങനെ പുനർജനിച്ചു എന്ന് നോക്കും. തുടർന്ന് എങ്ങനെയാണ് ഈ വിശ്വാസം സാമ്രാജ്യത്തിൽ രഹസ്യമായി പടർന്നതെന്നും പിന്നീട് അതെങ്ങനെ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട ദൈവമായി മാറിയെന്നും ചർച്ച ചെയ്യും. അവസാനം മാഞ്ഞുപോയ ആ സൂര്യന്റെ പ്രതിധ്വനികളെക്കുറിച്ചും സംസാരിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. നഷ്ടപ്പെട്ട എതിരാളി. ഇത്രയും വലിയൊരു സ്വാധീനമുണ്ടായിരുന്നൊരു വിശ്വാസം എങ്ങനെയാണ് ഓർമ്മകളിൽ നിന്നുപോലും മാഞ്ഞുപോയത്? നമുക്ക് നോക്കാം. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷേ ബ്രിട്ടനിലെ യുദ്ധക്കളങ്ങൾ മുതൽ അങ്ങ് സിറിയയിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമികളിൽ വരെ ആളുകൾ ആരാധിച്ചിരുന്ന അതിശക്തമായൊരു വിശ്വാസമായിരുന്നു ഇത്. എന്നിട്ടും ചരിത്രത്തിൽ നിന്ന് അതನ್ನು പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഇത് വെറുമൊരു മതത്തിന്റെ കഥയല്ല, ഒരു സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിനായി നടന്ന പോരാട്ടത്തിൽ പരാജയപ്പെട്ടുപോയ ഒരു സംസ്കാരത്തിന്റെ കഥ കൂടിയാണ്. ഇനി ആരായിരുന്നു ഈ നിഗൂഢനായ ദേവൻ? എവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ വരവ്? നമുക്ക് ആ ഉത്ഭവത്തിന്റെ വേരുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. മിത്രൻ എന്ന ഈ ദേവന്റെ യാത്ര തുടങ്ങുന്നത് പുരാതന പേർഷ്യയിൽ നിന്നാണ്. അവിടെ പ്രകാശത്തിന്റെയും സത്യസന്ധമായ ഉടമ്പടികളുടെയും ദേവനായിരുന്നു മിത്രൻ. അവിടെ നിന്ന് ബാബിലോണിയയിലെത്തിയപ്പോൾ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരുമായി ചേർന്ന് മിത്രൻ ഒരു സൂര്യദേവനായി മാറി. പിന്നീട് ഗ്രീക്ക് സംസ്കാരവുമായി ഇടകലർന്ന ഏഷ്യ മൈനറിൽ വെച്ച് കലയും തത്വചിന്തയും ചേർന്നപ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു രൂപവും ഭാവവും കിട്ടി. അവസാനം പടയാളികളും അടിമകളും കച്ചവടക്കാരും വഴി ഈ ദേവൻ റോമൻ സാമ്രാജ്യത്തിന്റെ ഹൃദയത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നു. അപ്പോ ആരാണ് മിത്രൻ? വളരെ ലളിതമായി പറഞ്ഞാൽ മിത്രൻ ഒരു പുരാതന ഇൻഡോ ഇറാനിയൻ ദേവനാണ്, ആകാശത്തിലെ പ്രകാശത്തിന്റെ അധിപൻ, അല്ലെങ്കിൽ അതിന്റെ ചൈതന്യം. എന്തുകൊണ്ടാണ് മിത്രൻ ഇത്രയധികം ആളുകളെ ആകർഷിച്ചത്? കാരണം അദ്ദേഹത്തിന്റെ സവിശേഷതകൾ തന്നെയായിരുന്നു. അദ്ദേഹം പ്രകാശത്തിന്റെയും സത്യസന്ധതയുടെയും പ്രതീകമായിരുന്നു. കൊടുത്ത വാക്ക് പാലിക്കുന്നവരുടെ സംരക്ഷകനായിരുന്നു. സമൃദ്ധിയും യുദ്ധത്തിൽ വിജയവും നൽകുന്ന ദേവനായിരുന്നു. എല്ലാത്തിനുമുപരിയായി സാധാരണ മനുഷ്യർക്കും ആ പരമമായ ദൈവിക ശക്തിക്കും ഇടയിലുള്ള ഒരു മധ്യസ്ഥനായിരുന്നു മിത്രൻ. ഈ ഗുണങ്ങളെല്ലാം റോമിലെ സാധാരണക്കാരെ, പ്രത്യേകിച്ച് സൈനികരെ വല്ലാതെ ആകർഷിച്ചു. ഇവിടെയാണ് ശരിക്കും ഒരു വഴിതിരിവ് സംഭവിക്കുന്നത്. ഏഷ്യ മൈനറിലെ ഗ്രീക്ക് നഗരങ്ങളിൽ വെച്ച് പേർഷ്യൻ പുരാവൃത്തങ്ങൾ ഗ്രീക്ക് കലയുമായി ഒത്തുചേർന്നു. അങ്ങനെയാണ് മിത്രന്റെ ഏറ്റവും പ്രശസ്തമായ ആ ശില്പം, അതായത് ഒരു കാളയെ കൊല്ലുന്ന ആ ശക്തനായ ദേവന്റെ രൂപം ഉണ്ടാകുന്നത്. ഈയൊരു ദൃശ്യം ആർക്കും മനസ്സിലാകുന്ന വളരെ ശക്തമായ ഒന്നായിരുന്നു. ഇത് മിത്രമതത്തിന് റോമൻ ലോകത്ത് വലിയ പ്രചാരം നേടിക്കൊടുത്തു. നമുക്കടുത്ത ഭാഗത്തേക്ക് കടക്കാം. സാമ്രാജ്യത്തിന്റെ ഭൂഗർഭ വിശ്വാസം. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് മിത്രമതം റോമൻ സാമ്രാജ്യത്തിൽ അങ്ങോളമിങ്ങോളം ഇത്ര വേഗത്തിൽ പടർന്നു പിടിച്ചത്? മിത്രമതം ഒരു ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം പടർന്ന ഒരു മതമല്ല, മറിച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ ഞരമ്പുകളിലൂടെ, അതായത് സാധാരണ ജനങ്ങളിലൂടെ ഒരു വൈറസ് പോലെ പടർന്നു പിടിക്കുകയായിരുന്നു. അപ്പോ ആരായിരുന്നു ഇതിന്റെ പ്രധാന വാഹകർ? നോക്കിയാൽ നമുക്ക് 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളെ കാണാം: സൈനികർ, അടിമകൾ, പിന്നെ വ്യാപാരികൾ. അതായത് സാമ്രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും യാത്ര ചെയ്തിരുന്ന ആളുകൾ. സൈനികർക്ക് സോൾ ഇൻവിക്റ്റഡ്സ് അഥവാ കീഴടക്കാനാവാത്ത സൂര്യൻ എന്നറിയപ്പെട്ടിരുന്ന മിത്രൻ അവരുടെ സ്വന്തം ദൈവമായിരുന്നു. ഡാന്യൂബ് അതിർത്തി മുതൽ ബ്രിട്ടനിലെ ഹാഡ്രിയൻ മതിലിന്റെ മഞ്ഞുമൂടിയ കോട്ടകൾ വരെ റോമൻ സൈന്യം എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം അവർ മിത്രനുവേണ്ടി ആരാധനാലയങ്ങൾ പണിതു. സാമ്രാജ്യത്വത്തിന്റെ ഒരു ഇരുണ്ട വശമായിരുന്നു അടിമത്തം. കിഴക്കൻ ദേശങ്ങളിൽ നിന്നു പിടിച്ചുകൊണ്ടുവന്ന അടിമകൾ അവരുടെ കൂടെ ഈ രഹസ്യവിശ്വാസവും കൊണ്ടുവന്നു. റോമിലെ ഓസ്റ്റിയ പോലുള്ള വലിയ തുറമുഖങ്ങളിലും എസ്റ്റേറ്റുകളിലും അവർ രഹസ്യമായി ആരാധനാ സംഘങ്ങളുണ്ടാക്കി. വ്യാപാരികളാകട്ടെ തങ്ങളുടെ കച്ചവട വഴികളിലൂടെ ഈ വിശ്വാസം യൂറോപ്പിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് വരെ എത്തിച്ചു. സാധാരണക്കാരുടെയും സൈനികരുടെയും ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഈ മതം എങ്ങനെയാണ് റോമൻ അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്കെത്തിയത്? അതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു വലിയ സംഭവം നടന്നു. കോമഡസ് ചക്രവർത്തി മിത്രമതത്തിൽ ദീക്ഷ സ്വീകരിച്ചു. അതൊരു വലിയ ടേണിംഗ് പോയിന്റായിരുന്നു. അതോടെ ഈ മതം റോമിലെ പ്രമാണിമാർക്കിടയിൽ ഒരു ഫാഷനായി മാറി. അതുവരെ ഒരു സാധാരണക്കാരന്റെ മതമായിരുന്നത് ചക്രവർത്തിയുടെ മതമായി മാറാൻ തുടങ്ങി. AD 307
ഡയോക്ലീഷ്യൻ, ഗലീലിയസ്, ലിസീനിയസ് എന്നീ 3 ചക്രവർത്തിമാർ ഒരുമിച്ച് നടത്തിയ ഒരു സമർപ്പണത്തിലെ വാക്കുകളാണിത്. തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ സംരക്ഷകനായ മിത്രന്. ഇതൊരു വെറും വാക്കല്ല. ചക്രവർത്തിമാർ തങ്ങളുടെ അധികാരം തന്നെ ഈ ദേവന്റെ ശക്തിയുമായി എത്രത്തോളം ബന്ധിപ്പിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എന്തുകൊണ്ടാണ് ചക്രവർത്തിമാർക്ക് മിത്രമതത്തോട് ഇത്ര താൽപ്പര്യം? കാരണം വളരെ ലളിതമാണ്. പഴയ റോമൻ ആശയമനുസരിച്ച് ചക്രവർത്തി സെനറ്റിന്റെയും ജനങ്ങളുടെയും ഒരു പ്രതിനിധി മാത്രമായിരുന്നു. എന്നാൽ മിത്രമതം മുന്നോട്ടുവച്ച് പുതിയ ആശയമനുസരിച്ച് ചക്രവർത്തി ഭൂമിയിലെ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ അധികാരത്തിന് സ്വർഗീയമായ ഒരു അംഗീകാരമുണ്ട്. ഇത് ഏകാധിപത്യത്തിന് ഒരു ദൈവിക പരിവേഷം നൽകി. ഇനി നമ്മൾ കഥയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. മാഞ്ഞുപോയ ആ സൂര്യന്റെ പ്രതിധ്വനികൾ. മിത്രമതത്തിന് ക്രിസ്തുമതവുമായി എങ്ങനെയുള്ള സംഘർഷമാണുണ്ടായത്? അതിന്റെ അവസാനം എന്തായിരുന്നു? എന്ത് പൈതൃകമാണ് അത് ബാക്കിവെച്ചത്? മിത്രമതം ശക്തി പ്രാപിച്ചു വന്ന അതേ കാലത്ത് കിഴക്ക് നിന്ന് മറ്റൊരു വിശ്വാസം കൂടി ഉദിച്ചുവരുന്നുണ്ടായിരുന്നു, ക്രിസ്തുമതം. സ്വാഭാവികമായും റോമൻ സാമ്രാജ്യത്തിന്റെ ആത്മാവിനു വേണ്ടി ഈ 2 മതങ്ങളും തമ്മിൽ നേരിട്ടുള്ളൊരു സംഘർഷം തുടങ്ങി. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ 2 മതങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ടായിരുന്നു എന്നതാണ്. രണ്ടിലും ഒരു ദൈവിക മധ്യസ്ഥനുണ്ട്, അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുള്ള വിശുദ്ധ ഭോജനമുണ്ട്, ജ്ഞാനസ്നാനം പോലുള്ള ചടങ്ങുകളുണ്ട്, പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ സാമ്യങ്ങൾ കാരണം ഓരോ കൂട്ടരും മറ്റേത് തങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു പൈശാചികമായ അനുകരണമാണെന്ന് വരെ ആരോപിച്ചു. ഇത്രയൊക്കെ ശക്തിയും സ്വാധീനവും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് മിത്രമതം പരാജയപ്പെട്ടത്? പല കാരണങ്ങൾ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഒരുപക്ഷേ ലാറ്റിൻ സംസ്കാരത്തിനത് വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നതുകൊണ്ടാവാം. അതോടൊപ്പം സ്ത്രീകളെ അതിന്റെ ഉന്നത ശ്രേണികളിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തിയതും ഒരു വലിയ കാരണമായിരിക്കാം. പക്ഷേ മിത്രമതം ഒരു അടയാളവും അവശേഷിപ്പിക്കാതെയാണോ അപ്രത്യക്ഷമായത്? അല്ല. രക്ഷ, അന്ത്യവിധി, ഒരു ദൈവീക രക്ഷകൻ തുടങ്ങിയ പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ പാശ്ചാത്യ ലോകത്തെ ഒരുക്കുന്നതിൽ മിത്രമതം ഒരു പ്രധാന പങ്ക് വഹിച്ചു. മതപരമായ ചിന്തകളിൽ അത് മായ്ക്കാൻ കഴിയാത്തൊരു മുദ്ര പതിപ്പിച്ചു. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. ഒരുപക്ഷേ ചരിത്രത്തില് ക്രിസ്തുമതത്തിന് പകരം മിത്രമതമായിരുന്നു വിജയിച്ചിരുന്നതെങ്കിൽ നമ്മുടെ ഇന്നത്തെ ലോകം എത്രത്തോളം വ്യത്യസ്തമായിരിക്കുമായിരുന്നു?